തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ ധാരാളം കറാഹത്ത് വരുത്തി വയ്ക്കും. സമയബന്ധിതമാണ്. കൃത്യം ചിലപ്പോൾ 9 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീർക്കുന്ന ഒരു ഏർപ്പാടായിരിക്കും മിക്ക പള്ളികളിലും. ചെറിയ ചെറിയ സൂറത്തോതും അലം തറ കൈഫ മുതൽ പിന്നെ സൂറത്തുൻ നാസ് വരെ, സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതിയിട്ട് നിസ്കരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ചില സ്ഥലങ്ങളിൽ സൂറത്തുൽ ദുഹാ മുതൽ നാസ് വരെ ആയിരിക്കാം. ചിലത് പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങൾ ഓതും. സൂറത്ത് റഹ്മാനിൽ നിന്നും മറ്റും ഓതി നിസ്കരിക്കുന്നുണ്ടാവും. ചിലത് ഖത്മ് ചെയ്യും പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു ജുസു 1.25 ജുസു ഒക്കെ ഒരു നിസ്കാരത്തിൽ തറാവീഹിന്റെ 20 റക്അത്തിലായിട്ട് ഓതി തീർക്കുന്ന ഇടങ്ങളുണ്ടാവും. ഏതായാലും നമ്മൾ നിസ്കരിക്കുന്ന ഓരോ തറാവീഹിലും എന്തുകൊണ്ട് ഫർദ് നിസ്കാരത്തിന്റെ ദുആ ഉൽ ഇഫ്തിതാഹ് പോലെ ഫർദ് നിസ്കാരത്തിൽ ദുആ ഉൽ ഇഫ്തിതാഹ് പ്രാരംഭ ദുആ ഓതുന്നതിൽ നമ്മൾ എല്ലാവരും കണിശതയുള്ളവരാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് അനുഗ്രഹീതമായൊരു ദുആയാണ്. ആ പ്രാരംഭ ദുആ പൂർണ്ണമായിട്ട് പറയാൻ സമയമില്ല തറാവീഹ് നിസ്കാരത്തിൽ. പക്ഷേ ഒരു തവണ ഉണർത്തിയതാണ്. അവിടെ അത് മനഃപൂർവ്വം ഒഴിവാക്കൽ കറാഹത്താണ്. ഫത്ഹുൽ മുഈൻ ഉണർത്തുന്നു. അതുകൊണ്ട് അവിടെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വളരെ ലയ്യനായ ചെറിയൊരു ഭാഗം പറഞ്ഞാൽ തന്നെ പ്രാരംഭ ദുആഇന്റെ പ്രതിഫലം കിട്ടി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് ഒന്ന് പറഞ്ഞ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. അപ്പോൾ നിയ്യത്ത് പറഞ്ഞ് തറാവീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈ കെട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറഞ്ഞാൽ ആ ഒരു കറാഹത്ത് ഒഴിവായി. അൽഹംദുലില്ലാഹ്. അടുത്തത് നിങ്ങൾ ചെയ്യാനുള്ളത് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അവിടെയും കറാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മനഃപൂർവ്വം ഒഴിവാക്കിയാൽ കറാഹത്ത് സംഭവിക്കും. നിസ്കാരത്തിൽ അങ്ങനെ 20 റക്അത്ത് നിസ്കാരത്തിൽ 10 കറാഹത്ത്. ഫാത്തിഹയുടെ അഊദ് ഒഴിവാക്കിയത് കൊണ്ട് തഅബ്ബുദ് ഒഴിവാക്കുന്നതിന്റെ പേരിൽ കിട്ടുന്ന കറാഹത്ത്. എന്തിനാണ് ഇത് വരുത്തുന്നത്? വളരെ സിമ്പിളായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടുന്ന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ ഫാത്തിഹ ഓതി പൂർത്തിയാക്കി ചെറിയൊരു സൂറത്ത് ഓതി. പിന്നെ നിങ്ങൾ റുക്കൂഅ് സുജൂദൊക്കെ കഴിഞ്ഞ് അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ ഒരു വിഷയമുണ്ട്. വളരെ പ്രധാനപ്പെട്ട അത്തഹിയ്യാത്തിന്റെ ഫർളായ ഭാഗമൊക്കെ പൂർത്തിയായി കഴിയും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അധികം പേരൊന്നും സലാം വീട്ടും അല്ല. അവിടെ 4 കാര്യങ്ങളെ കൊണ്ട് കാവൽ തേടിയിട്ടല്ലാതെ നിങ്ങൾ സലാം വീട്ടാൻ പാടില്ലെന്നാണ്. അത് മനഃപൂർവ്വം ഒഴിവാക്കുമ്പോഴും അവിടെ കറാഹത്ത് സംഭവിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. അല്ലാഹുവേ, നരകീയ ശിക്ഷയിൽ നിന്ന് നിന്നോട് കാവൽ തേടാണ്. അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ജീവിത മരണത്തിനിടയിലുള്ള ഫിത്നകളിൽ നിന്ന് സലാമത്ത് വേണം അല്ലേ. അല്ലാഹുവേ, മസീഹ് ദജ്ജാലിന്റെ ശർറിൽ നിന്ന് കാവൽ വേണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഖബറിലെ ശിക്ഷയെ തൊട്ട്, വമിൻ അദാബിൻ നാർ നരകീയ ശിക്ഷയിൽ നിന്നും കാവൽ തേടണം. ഇങ്ങനെ 4 കാര്യത്തിൽ നിന്ന് കാവൽ തേടി